ഹലോ എവരി വൺ. റോയൽ എൻഫീൽഡ് ഹിമാലയൻ 450യും അതുപോലെ തന്നെ പഴയ ഹിമാലയൻ 411 കുറിച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. ഏറ്റവും ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഡിസൈനിന്റെ കാര്യത്തിലാണ്. ഡിസൈനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈൻ എന്ന് പറയുന്നത് പഴയ 411 എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. കാരണം അതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ഹാർഡ് കോർ ലുക്ക് ആയിട്ടുള്ള, ഒരു റഗ്ഗഡ് ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. പുതിയ ഹിമാലയൻ 450 എന്ന് പറയുമ്പോൾ ബ്യൂട്ടി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വളരെയധികം സ്ലീക്ക് ആൻഡ് സ്ലിം ആയിട്ടുള്ള ആ ഒരു ഗാംഭീര്യതയൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പെർഫോമൻസിന്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസിൽ ഞാൻ ഒരിക്കലും 411 അതുപോലെ തന്നെ 450 എന്ന് പറയുന്ന മോട്ടോർ സൈക്കിളും കമ്പയർ ചെയ്യില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ആ രണ്ട് മോട്ടോർ സൈക്കിളും രണ്ട് തരത്തിലുള്ള മോട്ടോർ സൈക്കിളാണ്. 411 എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു സെറ്റപ്പോട് കൂടിയിട്ടുള്ള എയർ പ്ലസ് ഓയിൽ കൂടി ചെയ്തിട്ടുള്ള ലോങ് സ്ട്രോക്ക് ആയിട്ടുള്ള എഞ്ചിനോട് കൂടിയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. 450 എന്ന് പറയുന്നത് നമുക്കറിയാം ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള, ഷോർട്ട് സ്ട്രോക്ക് ആയിട്ടുള്ള, ഹൈലി പെർഫോമൻസ് ആയിട്ടുള്ള എഞ്ചിനാണ്. സോ എഞ്ചിന്റെ കാര്യത്തിലുള്ള കമ്പാരിസൺ ചെയ്യുന്നില്ല, ഡിസൈനിന്റെ കാര്യത്തിൽ കമ്പാരിസൺ ആണ് ഞാൻ മെയിനായിട്ട് പറയുന്നത് തന്നെ. പിന്നെ രണ്ട് മോഡലും രണ്ട് തരത്തിലുള്ള മോട്ടോർ സൈക്കിൾസ് ആണ്. എനിക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡ് ഈ രണ്ട് മോട്ടോർ സൈക്കിളും ഒരുമിച്ച് തന്നെ സെയിൽ ചെയ്യണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ടൈപ്പ് ഓഫ് മോട്ടോർ സൈക്കിളാണ്. പിന്നെ രണ്ടിനും കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും, രണ്ട് മോട്ടോർ സൈക്കിളും കസ്റ്റമേഴ്സ് ഉണ്ടാവാനായിട്ടൊരു ചാൻസ് ഉണ്ട്. പിന്നെ 411 കാര്യത്തിൽ എനിക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റിലയബിലിറ്റിയുടെ കാര്യത്തിൽ അവർ ഇനി ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത്. BS3 തൊട്ടിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് റോയൽ എൻഫീൽഡ് ഹിമാലയൻ റിലയബിലിറ്റി ഇഷ്യൂസ് എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ചാ.